അസ്സലാമലൈക്കും എവരിവൺ. അപ്പോൾ ഇന്ന് ഇതാ ഉച്ചയായപ്പം സ്കൂളിൽ നിന്ന് കോൾ വന്നു കേട്ടോ. അഫ്നാനും അതിനാനും വയ്യെന്നും പറഞ്ഞ് അങ്ങനെ അവന്മാരെയും കൂട്ടി വീട്ടിൽ പോകുന്ന വഴിയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും സ്കൂൾ തുറന്നേ പിന്നെ പനിയായിരിക്കുകയാണ് രണ്ടുപേർക്കും. വൈകുന്നേരം മുതൽ നല്ല കിടിലം മഴയാണ് കേട്ടോ. അല്ലെങ്കിലും വൈകുന്നേരം കഴിയുമ്പോഴത്തേക്ക് എന്തോ ഒരു വിശപ്പാണ്. അപ്പോൾ മഴയും കൂടെ ആയപ്പോൾ നല്ല ചൂടോടുകൂടി എന്തെങ്കിലും കഴിച്ചാലോ എന്ന് വിചാരിച്ച് അന്ന് ആലോചിച്ച് വന്നപ്പോഴത്തേക്ക് ബീഫ് കറി ഇരിപ്പുണ്ട് ഉച്ചക്കലത്തെ. അപ്പോൾ വാഴയ്ക്കാപ്പവും കൂടെ പൊരിച്ചാലോ, അതായത് പഴംപൊരി. ഇന്നും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ സോജാത്താടെ പശുവിന് കൊടുക്കാനുള്ള കാടി പോകേണ്ട മുതലായിരുന്നു. ഇന്ന് ഞാനിവനെ ഇങ്ങ് പൊക്കി. അല്ലെങ്കിൽ നല്ല പഴുത്ത ഏത്തയ്ക്ക് വെച്ചുള്ള പഴംപൊരിയാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വാഴയ്ക്കാപ്പം റെഡിയാക്കാം. നമ്മൾ ഏത്തയ്ക്ക എടുത്ത് മൂന്നായിട്ട് നൈസിന് അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിവിടെ മൈദയല്ല ഉപയോഗിക്കുന്നത്, ഗോതമ്പാണ് ഉപയോഗിക്കുന്നത്. ഗോതമ്പ് പൊടി എടുത്ത് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടു. പിന്നെ നിങ്ങൾ ആവശ്യാനുസരണം ഇടണം കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് കടലമാവ് ഇടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. നല്ല മധുരമുള്ള പഴുത്ത ഏത്തയ്ക്ക ആയതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇടുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഒഴിച്ച് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ വെള്ളം കൂടിപ്പോവരുത്, നല്ല തിക്ക് പേസ്റ്റും ആവരുത്, അധികം വെള്ളവും ആവരുത്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. നല്ല കട്ടയൊന്നും ഇല്ലാതെ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലൊരു മണം കിട്ടും, ടേസ്റ്റും കിട്ടും. പിന്നെ നല്ല കറുത്ത എള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലില്ല കേട്ടോ അത്. അപ്പോൾ പാനിൽ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ മാവിൽ ഏത്തയ്ക്ക മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നും കൂടെ പറയണേ. പലയിടത്തും പല രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന രീതി ഒന്ന് പറഞ്ഞു തന്നെന്ന് മാത്രം. ഈ വാഴയ്ക്കാപ്പവും ബീഫ് കറിയും കോംബോ ഇഷ്ടമുള്ളവരൊന്ന് ലൈക്കും കമൻറ്റ് ചെയ്യണേ. ഇവിടെ കുട്ടീസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കോംബോ. അപ്പോൾ ദാണ്ടേ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ചിനെയും കൂടെ തട്ടാം. അപ്പം വാഴയ്ക്കാപ്പം എല്ലാം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് നമുക്കൊരു കട്ടനും കൂടെ ഇടാം. ഏലക്കയും മധുരവും ഒക്കെ ഇട്ടൊരു കടുപ്പം, മീഡിയം കടുപ്പത്തിലൊരു കട്ടൻ. അങ്ങനെ നമ്മുടെ കട്ടൻ റെഡിയായി. പിന്നെ ഞാൻ പോയൊരു വാഴയില കുറച്ച് വെട്ടിക്കൊണ്ട് വന്നിട്ട് അതിനകത്ത് നമ്മുടെ പഴംപൊരി എല്ലാം വെച്ച് ബീഫ് കറി ഒഴിച്ചു. കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ വാഴയിലയുടെ മണവും ടേസ്റ്റും കൂടെ ആയപ്പോഴത്തേക്ക് വാഹ്, കിടിലമായിരുന്നു. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു കോംബോ ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, ബൈ.